Hi guys, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6 ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുന്ന ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. So guys, നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈം പ്ലസ് ഹണി അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആഡ് ചെയ്ത് കുടിക്കുക എന്നുള്ളതാണ്. ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ, അതായത് ഫാറ്റ് ബേൺ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ബോഡീനെ ബാക്ടീരിയയിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്താണെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് ആഡ് ചെയ്തൊന്ന് കുടിച്ചു നോക്കി, നിങ്ങളുടെ ബോഡിക്ക് ലോങ് റണ്ണിൽ അത്രയും ബെനിഫിറ്റ്സ് ഉണ്ടാവും. സോ ഗൈസ്, രണ്ടാമത്തെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മെഡിറ്റേഷന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് ചെയ്യാത്തത് നമ്മളുടെ ബിസി ഷെഡ്യൂൾ കാരണമാണ്. ഈ ലോക്ക്ഡൗൺ നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവ് മാനറിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സോ ടു ബിഗിൻ വിത്ത് മെഡിറ്റേഷൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഡെയിലി ലൈഫിൽ നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ്സും അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഏത് ടൈമിലും ഇങ്ങനെ മൈൻഡിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളത്. നമ്മൾ ഡെയിലി ഒരു 10-15 മിനിറ്റ്സ് മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ നമ്മളുടെ മൈൻഡിനെ ഏത് സമയത്ത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റിൽ നിർത്തുവാൻ വേണ്ടിയിട്ടൊക്കെ മെഡിറ്റേഷൻ നമ്മളെ അത്രയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ഹാബിറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഈ ലോക്ക്ഡൗണിൽ നിങ്ങൾ അതെന്തായാലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമത്തെ സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഒരു ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ഒന്നിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട എന്നാണ് പൊതുവേ എല്ലാവരും പറയാറ്, അല്ലേ? ഫിസിക്കൽ ആക്ടിവിറ്റീനെ കൊണ്ട് നമ്മൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ വെയിറ്റ് ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ബോഡിയിലെ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിനുള്ള റിസ്ക്, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്കൊരു ഡെയിലി 20-30 മിനിറ്റ്സിന് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്യാം. ചില ആൾക്കാർക്ക് ബാഡ്മിൻ്റൺ കളിക്കാനായിരിക്കും ഇഷ്ടം, പക്ഷെ ചില ആൾക്കാർക്ക് സ്വിമ്മിങ് അല്ലെങ്കിൽ വർക്കൗട്ട് ഓർ അറ്റ്ലീസ്റ്റ് നടക്കാനോ ഓടാനോ പോകാനായിരിക്കും ഇഷ്ടം. പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ ഡെയിലി ഒരു 20-30 മിനിറ്റ്സ് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. സോ ഗൈസ്, നമ്മളുടെ ഫോർത്ത് ലോക്ക്ഡൗൺ സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡിങ് ബുക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബുക്ക് വായിക്കുന്ന ആൾക്കാർക്ക് പൊതുവേ നോളജ് കൂടുതലായിരിക്കും എന്നുള്ളത്, അല്ലേ? ബുക്ക് വായിക്കുന്നതിനെ കൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ മെമ്മറി ഇൻക്രീസ് ചെയ്യാനും വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനും ബുക്ക് വായന വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും ഒരു ബെസ്റ്റ് വേ ആണ് റീഡിങ് ബുക്സ്. നിങ്ങൾ എന്താണെങ്കിലും ഈ ലോക്ക്ഡൗണിൽ കുറച്ച് ടൈം ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊരു സെൻസ് ഓഫ് റിലാക്സേഷൻ മാത്രമല്ല, നമ്മുടെ നോളജ് കൂടെ ഒരു നല്ല ലെവലിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബുക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ലോക്ക്ഡൗണിൽ നിങ്ങൾ എന്താണെങ്കിലും കുറച്ച് ടൈം ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിന്റെ ബെനിഫിറ്റ്സ് ലൈഫ് ചേഞ്ചിങ് ആണ്. സോ നിങ്ങൾ ഇതൊരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ഗൈസ്, നമ്മുടെ ഫിഫ്ത്ത് സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോയിങ് ഓഫ് ലൈൻ. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. പക്ഷെ നമ്മൾ ഒരു കൺട്രോൾ ഇല്ലാതെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് ടോക്സിക് ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചടിക്കും. നമ്മൾക്ക് എപ്പോഴും ഒരു ബാലൻസ് വേണം എല്ലാ കാര്യത്തിലും, അല്ലേ? സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ള ടൈം മാത്രം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബിക്കോസ് ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് കമ്പാരിസൺ ഇല്ല സോഷ്യൽ മീഡിയയിൽ, അല്ലേ? മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും മെമ്മറി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു നല്ലൊരു മൂഡ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ സഹായിക്കും. സോ നിങ്ങൾ ഈ ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് പെയിന്റിങ്, ഗാർഡനിങ്, കുക്കിംഗ്, എന്ത് തന്നെയാണെങ്കിലും ആയിക്കോട്ടെ. നിങ്ങളുടെ ഹോൾ ഡേ നിങ്ങൾ ഒരിക്കലും സ്ക്രീനിൻ്റെ മുന്നിലിരുന്ന് വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ആ ടൈം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല പല കാര്യങ്ങൾ, നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ
ഈ ലോക്ക്ഡൗണിൽ നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എപ്പോഴാണെങ്കിലും ഏറ്റവും പ്രൊഡക്റ്റീവ് മാനറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഗൈസ്, നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സജഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കിടന്നുറങ്ങുക. നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്ക്ഡൗൺ കാരണം നമ്മളുടെ സ്ലീപ്പിംഗ് ഷെഡ്യൂളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഡെയിലി ഒരു 7 to 8 hours ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ബിക്കോസ് നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നല്ലൊരു രാത്രിയത്തെ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഫുൾ മൂഡി ആയിരിക്കും, ഒരു ക്രാങ്കി ബിഹേവിയർ ആയിരിക്കും ത്രൂ ഔട്ട് ദ ഡേ, അല്ലേ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫുൾ ഡേ ആക്ടിവിറ്റിക്ക് ശേഷം നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതും ഉറങ്ങുന്നതിനെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ, മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മളുടെ ബോഡീനെ ഒരു നല്ല വെയിറ്റിലും നല്ലൊരു മൂഡിലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു സിമ്പിൾ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ എന്താണെങ്കിലും 7 to 8 hours മിനിമം ആയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. സോ ഗൈസ്, ഇതാണ് ലൈഫ് സ്റ്റൈൽ മാറ്റാനായിട്ടുള്ള നമ്മുടെ 6 ഹെൽത്തി ഹാബിറ്റ് സജഷൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.